വട്ടിയൂർക്കാവിലെ BJP CPM സംഘർഷവുമായി ബന്ധപ്പെട്ട വിവാദമൊഴിയുന്നില്ല. പോടാപുല്ലെ പോലീസെ വിവാദത്തിന് പിന്നാലെ മുൻ DGPയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ R. ശ്രീലേഖയെ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ച് കേസിൽ പ്രതി ചേർത്തു. കേസെടുക്കാൻ വൈകിയതിൽ CPIM നേതാക്കൾക്കുള്ള അതൃപ്തിയും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉരുണ്ടുകൂടിയ രാഷ്ട്രീയ വൈര്യം മറനീക്കി പുറത്തുവന്നത് നെട്ടയം മലമുകളിലാണ്. BJPയും CPIMും പോലീസും ഏറ്റുമുട്ടി. പിന്നാലെ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുൻ DGP പോലീസിനെ പോടാപുല്ലെ പോലീസെ എന്ന് മുദ്രാവാക്യം വിളിച്ചത് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. വട്ടിയൂർക്കാവിലുണ്ടായ സംഘർഷത്തെക്കാൾ വലിയ ആഘാതമുണ്ടാക്കിയത് R. ശ്രീലേഖയുടെ ഈ മുദ്രാവാക്യമായിരുന്നു. നെട്ടയം സംഘർഷത്തിൽ BJPയെ വേട്ടയാടിയെന്നാരോപിച്ചാണ് അടുത്ത ദിവസം BJP വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. പിന്നാലെ മാർച്ച് നടത്തിയതിന് കാഞ്ഞിരംപാറ വലിയവിള കൗൺസിലർമാർ ഉൾപ്പെടെ 8 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും കേസെടുത്തിരുന്നു. എന്നാൽ R. ശ്രീലേഖയെ പ്രതി ചേർത്തിരുന്നില്ല. മാർച്ചിൽ മുൻപ് കാക്കിയണിഞ്ഞിരുന്ന ഒരു മുൻ DGP തന്നെ പോലീസിനെ പോടാപുല്ലെ പോലീസെ, പിണറായിയുടെ തെമ്മാടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചത് സേനയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു. R. ശ്രീലേഖയെ പ്രതി ചേർക്കാത്തതിൽ CPIMനുള്ളിൽ നിന്നും പോലീസിന് നേരെ അതൃപ്തി പുകഞ്ഞു. TP സെൻകുമാർ, R. ശ്രീക എന്നീ 2 മുൻ DGPമാർ പോടാപുല്ലെ പോലീസെ എന്ന് വിളിച്ചത് അവർ സർവീസിലിരിക്കുന്ന കാലത്തെ അടക്കമുള്ള മുൻകൂർ പ്രാബല്യത്തോടെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. സംഭവത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ R. ശ്രീലേഖയും മറുപടി നൽകിയിരുന്നു. പോലീസ് സേനയിൽ ഇരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാപുല്ലെ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ചിലരെ ഡിസ്മിസും ചെയ്തിട്ടുണ്ട്. അന്ന് വിമർശിക്കാത്തവർ വിരമിച്ച ശേഷം തെറ്റ് ചെയ്ത ഒരാളെ പോടാ എന്ന് വിളിച്ചതിൽ കുറ്റം കാണേണ്ടെന്നും R. ശ്രീലേഖ വ്യക്തമാക്കി. BJP നേതാക്കളും R. ശ്രീലേഖയ്ക്ക് പ്രതിരോധം തീർത്തു. അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള പോലീസുകാരോട് അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ തരത്തിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾ ബഹുമാനിക്കും. പോലീസ് ഗുണ്ടകളായിട്ട് പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കും. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു. നെടുമങ്ങാട് കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ R. ശ്രീലേഖയെ 5ാം പ്രതിയായും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ 6ാം പ്രതിയായും ചേർത്തു. പോലീസിന്റെ ജോലി ചെയ്യട്ടെ എന്നായിരുന്നു R. ശ്രീലേഖയുടെ അനൌദ്യോഗിക പ്രതികരണം. മുദ്രാവാക്യ വിവാദം ചർച്ചയായതിനു പിന്നാലെ വട്ടിയൂർക്കാവ് SHO അവധിയിൽ പ്രവേശിച്ചിരുന്നു. വട്ടിയൂർക്കാവിലെ വിവാദം അങ്ങനെ അങ്ങ് അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. BJPയുടെ A ക്ലാസ് മണ്ഡലം, പ്രവർത്തക പിന്തുണ ഏറെയുള്ള മണ്ഡലം, അവിടെ ഉടലെടുത്ത ഈ വിവാദം രാഷ്ട്രീയ സാധ്യതയുള്ളതെന്ന് BJPക്ക് അറിയാം. അതിനാൽ തന്നെ CPIM കാര്യമായ പ്രതിരോധമുയർത്തും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.